മാനസിക രോഗമെന്ന് പറയുന്നത് സാധാരണ നമ്മളിപ്പം പറയുന്നത് ജനറ്റിക്കായിട്ട് വരുന്നതാണെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഓക്കെ, എൻ്റെ അപ്പൂപ്പന് മാനസിക രോഗം ഉണ്ടായിരുന്നു, അതാണ് എനിക്കും വന്നിരിക്കുന്നത്, എനിക്ക് മാനസിക രോഗമാണ്. അതെ, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, സുഹൃത്തുക്കൾക്കിടയിലൊക്കെ കേൾക്കുന്ന വാക്കുകളാണ്. അതെ. അങ്ങനെയുണ്ടോ? അത് ഈ മാനസിക രോഗം അങ്ങനെ വരുന്നതാണോ? മാനസിക രോഗത്തിന് ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളെ പാരൻസിന് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. ഉണ്ടാവാം. ഇല്ലാത്തൊരാളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പോസിബിലിറ്റി കൂടുതലാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പലതും ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ ഒരു മുൻധാരണ കാരണം നിങ്ങൾ ആ കണ്ണിലൂടെ കാണുമ്പോൾ നിങ്ങൾ എന്ത് നോർമലായി ചെയ്യുന്നതിന് ചിരിയാണെങ്കിലും കരയാണെങ്കിലും അതിനൊക്കെ ഞാൻ ഇതിനായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സംതിങ് റോങ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ആ കണ്ണിലൂടെ കാണുമ്പോൾ നിങ്ങൾക്കും തന്നെ ചിലപ്പോൾ ഇല്ലാത്ത അസുഖങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ജനറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ഫസ്റ്റ് ഡിഗ്രി ആൻഡ് സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിനാണ് കൂടുതൽ പ്രോൺ ടു ഡെവലപ്പ് മെൻ്റൽ ഇൽനെസ്. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചാൻസസ് കുറവാണ്, പക്ഷേ ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ കാണേണ്ട. അങ്ങനെ പോസിബിലിറ്റി ഉള്ള ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് പല ഫിസിക്കൽ കംപ്ലയിൻറ്റ്സ് വരെ, ഇപ്പോൾ സ്ട്രോക്കിൻ്റെ നിങ്ങളുടെ ഫാമിലിയിൽ കുറേ ആൾക്കാർക്ക് സ്ട്രോക്ക് ഉള്ള ആളുകളാണ് വെച്ചെങ്കിൽ അതിൻ്റെ ടെൻഡൻസി ഉണ്ട് നമ്മൾ പറയും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാൻ പറയും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയും. അതെ, പ്രമേഹം, ഡയബറ്റിക്സ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ, പ്രഷർ, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങളെ പാരൻസിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട് വരാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാവണമെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് അത് ചിലപ്പോൾ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ഡെയിലി റുട്ടീനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസ് കാണുന്നുണ്ടെങ്കിൽ ആസ് പെർ ദ അഡ്വൈസ് ഫ്രം എ ഫിസിഷ്യൻ നമ്മൾ ആ മെഡിസിൻ ചിലപ്പോൾ ലോ ഡോസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണോ എന്നുള്ളത് ആലോചിക്കാൻ മാത്രം. അതേസമയം മെൻ്റൽ ഇൽനെസ്സിന് അങ്ങനെ നമുക്ക് മെയിൻ്റനൻസിൽ മെഡിസിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സൈക്യാട്രിസ്റ്റ് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് അത് വേണം തോന്നുകയാണെങ്കിൽ മാത്രം ഒരു മെയിൻ്റനൻസ് ഡോസ് അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ടൊക്കെ ചില മെഡിസിൻസ് അത് നോക്കിയിട്ട് അഡ്വൈസ് ചെയ്യും ചില ഡോക്ടേഴ്സ്.